5 ദിവസത്തിനിടെ ഒരേ സ്വഭാവമുള്ള രണ്ടാമത്തെ തീപിടുത്തമാണ് KMSCL ഗോഡൌണിൽ ഉണ്ടാവുന്നത്. ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ എങ്ങനെ തീപിടിച്ചു, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ എങ്ങനെ ഗോഡൌണിൽ വന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. പ്രതിപക്ഷം ഗൂഢാലോചന ആരോപിച്ചതോടെ വിഷയം രാഷ്ട്രീയപരമായും ചർച്ചയാകും. കൊല്ലത്തെ KMSCL ഗോഡൌണിൽ തീപിടിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിയായിരുന്നു. അവിടെയും ബ്ലീച്ചിംഗ് പൗഡറായിരുന്നു കൂടുതൽ സൂക്ഷിച്ചിരുന്നത്. 5 ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തും അർദ്ധരാത്രി ഗോഡൌണിന് തീപിടിച്ചു. 30,000-ഓളം കിലോഗ്രാം ബ്ലീച്ചിംഗ് പൗഡറാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഒപ്പം കലാമിൻ ലോഷൻ, സർജിക്കൽ സ്പിരിറ്റ് അടക്കമുള്ള മറ്റ് 15 വസ്തുക്കളും. ഇന്നലെ മഴ പെയ്തതിനാൽ ചൂട് കുറവായിരുന്നു. അതിനാൽ വേനൽക്കാല തീപിടുത്തവുമായി ഈ തീപിടുത്തത്തെ ബന്ധപ്പെടുത്താനാകില്ല. കെട്ടിടത്തിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്തതിനാൽ ഷോർട്ട് സർക്യൂട്ടിനും സാധ്യതയില്ല. ഇന്നലെ രാത്രി കഴക്കൂട്ടം ഭാഗത്ത് ഇടിമിന്നലില്ലാത്തതിനാൽ ആ സാധ്യതയും തള്ളിക്കളയുന്നുണ്ട്. ബ്ലീച്ചിംഗ് പൗഡറുമായി വെള്ളമോ ആൽക്കഹോളോ പ്രതിപ്രവർത്തിച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ അഥവാ ചൂട് പുറന്തള്ളൽ പ്രക്രിയയ്ക്ക് സാധ്യതയുണ്ട്. കാരണം എന്താണ് എന്ന് ഏതാണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പുകയും, അതുപോലെ അതിൽ ആൽക്കഹോൾ കലർന്ന എന്തെങ്കിലും വസ്തുക്കൾ ടച്ച് ചെയ്താലും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് സൂക്ഷിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത നമ്മുടെ ഫയർ ഓഫീസർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ഇതിലൊരു ഇൻവെസ്റ്റിഗേഷന് ശേഷം, ഫോറൻസിക് പരിശോധനയ്ക്കും ശേഷം പോലീസിന് മാത്രമേ പറയാൻ പറ്റൂ. ഇത്തരത്തിൽ പ്രതിപ്രവർത്തനത്തിന് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. പുതിയ MD ജീവൻ ബാബു ചുമതലയേറ്റെടുത്ത് 1 മാസം പൂർത്തിയാകും മുൻപാണ് 2 സ്ഫോടനങ്ങളും. പുതിയ MDക്കെതിരെയുള്ള നീക്കമാണോ തീപിടുത്തമെന്നും സംശയിക്കുന്നവരുണ്ട്. KMSCL വിവാദത്തിലാവുന്നത് ഇത് ആദ്യമല്ല. പലപ്പോഴും അഴിമതിയുമായി ബന്ധപ്പെട്ട് KMSCLന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ തീപിടുത്തത്തോടൊപ്പം മറ്റെന്തെങ്കിലുമെല്ലാം കത്തിനശിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും. ഉമേഷ് ബാലകൃഷ്ണൻ, News 18, തിരുവനന്തപുരം.